ഹലോ, ഹോം ഗ്രൂൺ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്നിക്കേഴ്സ് ആണ്. വീട്ടിലൊക്കെ സാധാരണയായി ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിനായി നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് കപ്പലണ്ടി നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വേറെ നമ്മൾ മാറ്റി വെക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ ഒരു കപ്പ് ഓട്സും കൂടി നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഓട്സ് കുറച്ചും കൂടി ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നിറം നല്ലവണ്ണം മാറുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റ് ഡേറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു കപ്പ് ഡേറ്റ്സ് ഇതിനെ നമ്മളൊരു 6 മണിക്കൂർ സോക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതിനെ ഒരു മിക്സിയിലിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ഉപയോഗിച്ച് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ഈ പൊടിച്ച് വെച്ച ഓട്സിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം. എല്ലാം ആഡ് ചെയ്യേണ്ട, അതിൻ്റെ പകുതി ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു ടിഫിൻ ബോക്സ് ചെയ്ത ബോക്സിലേക്ക് നമ്മളിങ്ങനെ ഫോയിലിൽ നിന്ന് സെറ്റാക്കി വെച്ച ശേഷം നമ്മളെല്ലാം മിക്സ്ചറൊന്ന് ആഡ് ചെയ്യാം. നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതൊരു ലെയർ പോലെ ആക്കി അതിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായി ബാക്കി വന്ന ആ ഡേറ്റ്സ് ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യാത്ത, അത് നമ്മൾ ഇതിൻ്റെ മുകളിലായി ഒരു ലെയർ ആക്കാം. അപ്പോൾ ഈ ഡേറ്റ്സ് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുമ്പ് റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലണ്ടി ഇതിൻ്റെ മുകളിലായി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 6-7 മണിക്കൂറിലേക്ക് ഒന്ന് ഫ്രീസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഫോയിലിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇതിനൊരു 6 പീസായി കട്ട് ചെയ്യാം. അങ്ങനെ നമ്മളൊരു 6 ബാറാക്കി ഇതിനെ മാറ്റാം. എന്നിട്ട് ഓരോ ബാറും നമ്മൾ ചോക്ലേറ്റ് ഗനാഷിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തത് പാലും പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ അത്ര തിക്നെസ് കിട്ടുന്നില്ല, എന്നാലും ഓക്കെ. ഇപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്താൽ നല്ലൊരു ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനൊന്ന് ഡിപ്പ് ചെയ്ത് നമ്മളൊരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഫ്രീസ് ചെയ്യാം. അപ്പോൾ സ്നിക്കേഴ്സ് ബാർസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. കഴിക്കാനും അത്യാവശ്യം നമ്മൾ റെഡിമെയ്ഡ് സ്നിക്കേഴ്സ് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.